ഹായ്, ഇറ്റ്സ് മീ ജസീന. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളൊക്കെ പലതരത്തിലുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫിലൂടെ ആയിരിക്കുമല്ലേ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ലെവൽ പലർക്കും കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒന്നെങ്കിൽ മ്യൂസിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രെയറിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുമല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ലേ മെഡിറ്റേഷൻ, അല്ലെങ്കിൽ ധ്യാനം എന്നൊക്കെ പറയും. അതിലൂടെ വളരെയധികം ലൈഫ് ചേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളൊരു മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തെടുക്കുക എന്നൊക്കെ പറയുമല്ലേ. അപ്പോൾ നമുക്ക് വലിയൊരു ചേഞ്ച് വരുന്നുണ്ട്. അതിനു മുമ്പ് ഇതിൻ്റെ ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നല്ല ഉറക്കം കിട്ടാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ വളരെയധികം സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ സമ്മർദ്ദം കുറയ്ക്കാൻ പറ്റും. അത് നമുക്ക് നമ്മുടെ ഹാർട്ടിന് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഭയങ്കര കോൺസെൻട്രേഷൻ ഉണ്ടാകും, കൂടും, കോൺസെൻട്രേഷൻ ലെവൽ കൂടും, ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു കഴിവ് കൂടും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അതായത് നമ്മളൊരു ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസിൽ പോയിട്ട് നമുക്കൊരു അത്രയും കംഫർട്ടായുള്ള സ്പേസിൽ പോയിട്ട് ഇരിക്കുക. എന്നിട്ട് അത് വീട്ടിലായാലും വളരെ കാം ആൻഡ് ക്വയറ്റായുള്ള സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നമ്മളൊരു കംഫർട്ടബിൾ പ്ലേസിലിരുന്നു കൊണ്ട് മെല്ലെ നമ്മൾ കണ്ണുകൾ മെല്ലെ അങ്ങ് അടച്ചിട്ട് നമ്മളെ ചിന്തകളൊക്കെ കോൺസെൻട്രേഷൻ ഫുള്ള് നമ്മൾ ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നതിലും പുറത്തെടുക്കുന്നതിലും വേണം. അപ്പം നമ്മൾ ഫസ്റ്റ് ഇരുന്ന് കഴിഞ്ഞ ശേഷം മെല്ലെ ശ്വാസം ഒരു 4 സെക്കൻഡ് എടുത്ത് മെല്ലെ നമ്മൾ മൂക്കിലൂടെ ഉള്ളിലോട്ട് വലിക്കുക. എന്നിട്ട് ഒരു 2 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുക. അങ്ങനെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് മെല്ലെ നമ്മളത് റിലീസ് ചെയ്യുക. അത് വായിലൂടെ ആയിരിക്കണം ആ ഒരു ശ്വാസം നമ്മൾ റിലീസ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ റിപ്പീറ്റായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് പല ചിന്തകൾ നമ്മളെ മൈൻഡ് ഇങ്ങനെ പല വഴിക്ക് പോകില്ല. ചിലപ്പോൾ ചിലവർക്ക് ചൊറിച്ചിലുണ്ടാകും, ചിലപ്പോൾ ചിലർക്ക് ബോറിംഗ് ആയിരിക്കും, ചിലത് ഭയങ്കര റിലാക്സ് ചെയ്ത് ചെയ്യും. നമ്മളെ മൈൻഡ് എങ്ങോട്ട് പോയിക്കോട്ടെ, പക്ഷെ നമ്മളെ കോൺസെൻട്രേഷൻ ഫുൾ എന്തായിരിക്കണം, നമ്മളെ ഈ ഒരു ശ്വാസം എടുക്കുന്നതിലും നമ്മൾ പുറത്തേക്ക് എടുക്കുന്നതിലൊക്കെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വലിയൊരു കോൺസെൻട്രേഷൻ ലെവൽ കൂടും ചെയ്യും. നമ്മളൊരു മൈൻഡ്ഫുൾനെസ്, അതായത് നമ്മളൊരു മാനസിക പൂർണ്ണത അവിടെ വരും എന്നുള്ളതാണ്. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മറവി, അതുപോലെ ഒരു കോൺസെൻട്രേഷൻ കുറവ്, പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുമ്പോൾ ചിലതൊക്കെ മറന്നു പോകും, അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മെഡിറ്റേഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് നിങ്ങളുടെ ലൈഫിലൊന്ന് പരീക്ഷിച്ച് നോക്കാം. എല്ലാ തരത്തിലും ഏത് ഏജ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നൊക്കെ ഗവൺമെൻറ്റൊക്കെ നമുക്കറിയില്ല, പഞ്ചായത്ത് തലത്തിലൊക്കെ ഇതിന് വളരെ വലിയൊരു പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ സ്ഥലത്തും സൊസൈറ്റിയിൽ ഇങ്ങനെ യോഗയിലൂടെ ആയാലും പല രീതിയിലും ഈ ഒരു യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ, താങ്ക് യു.